ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ നടപടി വേണമെന്ന DGP നിലവിൽ നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് അറിയിട്ടുള്ളത്. അതേസമയം DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. നിലവിൽ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ്. നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ എന്താകും ഇനിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ നടപടി, മുഖ്യമന്ത്രി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. നിലവിൽ ADGP MR അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള കാര്യം തന്നെയാണ് DGP നിലപാട് എടുത്തിട്ടുള്ളത്. ശബരിമലയിലെ ട്രാക്ടർ യാത്രയിലാണ് ADGP MR അജിത് കുമാറിനെതിരെ DGP ഇപ്പോൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുള്ളത്. DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. എന്ത് നിലപാടാകും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടാകും കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ നിർണായകമാകുന്നത്. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ഒരു വശത്ത് ഉണ്ടാകുന്നുണ്ട്. നിർണായകമായ വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ നടപടി വേണമെന്ന് DGP ആവശ്യപ്പെട്ടിരിക്കുന്നു. നിലവിൽ MR അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ മേൽ ഇനി എന്ത് നിലപാടാണ് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് അവലോകന യോഗത്തിന് വേണ്ടി ശബരിമലയിലെത്തിയ ADGP MR അജിത് കുമാർ ശബരിമലയിൽ നിന്നും സന്നിധാനത്തേക്ക്, അതായത് പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത്. ട്രാക്ടറിലൂടെ യാത്ര നേരത്തെ തന്നെ ആൾക്കാരും വ്യക്തികളുമൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു യാത്ര അത് തൻ്റെ ചട്ടവിരുദ്ധമായുള്ള യാത്രയാണ് എന്ന് തന്നെ അന്ന് തന്നെ വിമർശനമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ചൂണ്ടിക്കാട്ടി DGP ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് MR അജിത് കുമാർ നൽകിയ വിശദീകരണം അത് തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ ട്രാക്ടറേറ്റിന്മേൽ ഒരു നടപടി വേണം എന്ന് തന്നെയാണ് DGPയുടെ റിപ്പോർട്ടിലുള്ള ഒരു ശുപാർശ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ADGP MR അജിത് കുമാർ നടത്തിയത് അത് ചട്ടവിരുദ്ധമായിട്ടുള്ള യാത്ര തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.